സൺഡേ ആയിക്കൊണ്ട് നമ്മൾ രാവിലെ പള്ളിയിൽ പോയി കേട്ടോ. അതെന്തായാലും ഇറ്റി അങ്ങനെ കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ ഞങ്ങൾ വട്ടക്കടയിലുമാണോ പോകുന്നതെന്ന് ചോദിക്കരുത്. എനിവേ ഇപ്പോൾ ജേടുകൂട്ടന് വേദാണോ ഒന്നും ഇല്ലാത്ത നമുക്ക് രാവിലെ പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 10 മണിയുടെ കുർബാനയ്ക്കാണ് പോയത്. പള്ളിയിൽ കുർബാനയ്ക്കിടെ ജേടു വമ്പൻ അലമ്പായിരുന്നെങ്കിലും കുർബാന കഴിഞ്ഞുള്ള പട്ടിഷോ ഉണ്ടോ അതാണ് മുഖ്യം. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വീട്ടിലിറക്കിയിട്ട് ഞാനും ജേടും കൂടെ ഒരു മൂവിക്ക് പോയി കേട്ടോ. കാരണം ജസ്റ്റ് കുറേ ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്ന് ജസ്റ്റ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്, നിങ്ങൾ എന്നെ നോക്കണ്ട പൊക്കോളാൻ പറഞ്ഞു. കാരണം ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതുമായിരുന്നല്ലോ. 12 മണിക്കായിരുന്നു മൂവി. ഗലേറിയ മോളിലാണ് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എനിവേ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് ഞങ്ങൾ പോയിട്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ എങ്ങാണ്ടൂടെ എല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് തന്നെ നോക്കി പോരുന്നത് ഞാൻ അന്ന് പഠിച്ചു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഗലേറിയ മോൾ ഞങ്ങളുടെ തലയുടെ മണ്ടയിൽ ഞങ്ങൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടും അല്ല അതിൻ്റെ അടിയിൽ ഈ എന്താ പറയുക ഈ വലിയ ട്രെയിലറൊക്കെ വന്ന് പാർക്ക് ചെയ്യല്ലേ അവിടെ പോയാൽ നിന്നത്. എൻ്റെ പൊന്നെ എന്നെ ഒരു വിധത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അകത്ത് കയറി. അങ്ങനെ നമ്മൾ പിള്ളേരുടെ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല പറഞ്ഞില്ലായിരുന്നോ. സത്യം പറഞ്ഞാൽ ഈ ഗലേറിയ മോളിൽ വോക്സിൽ ചെന്നപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ച്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പിള്ളേരുടെ തിയേറ്റർ ഉള്ളത് ഗലേറിയ മോളിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 4 തിയേറ്റർ പിള്ളേർക്ക് വേണ്ടിയിട്ട് തന്നെയുണ്ട്, കിഡ്സ് തിയേറ്റർ. അതുപോലെ ഏറ്റവും കൂടുതൽ തിയേറ്ററും അവിടെ തന്നെയാണെന്ന് തോന്നുന്നു വോക്സിൻ്റെ. 17 തിയേറ്ററുണ്ട് മൊത്തം അവർക്ക്. ഇനി വലിയൊരു തിയേറ്റർ ഇതുണ്ട്, പിള്ളേരുടെ ബൂസ്റ്റർ സീറ്റൊക്കെ ഉണ്ട്. പണ്ട് ജേട് കുഞ്ഞായിരുന്നപ്പോൾ ബൂസ്റ്റർ സീറ്റൊക്കെ ഏത് മൂവിക്ക് എടുത്തുകൊണ്ട് വരുന്നത്, കാരണം പൊക്കമില്ലായിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ അവൻ വലിയ ചേട്ടനാണെന്നൊക്കെ അവൻ്റെ വിചാരം. ഇതായിരുന്നു മൂവി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പിള്ളേരുടെ മൂവിക്ക് ജേടുവിനൂടെ അല്ല പിള്ളേരുടെ മൂവിക്ക് കയറുന്നത് വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ജേഡുവിനെ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഒത്തിരി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എനിവേ ജേഡുവിന് നമ്മൾ തിയേറ്റർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ചെന്നപ്പോഴേ മൂവി തുടങ്ങിയത് കൊണ്ട് അവന് സ്നാക്സ് ഒന്നും ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം ജേഡുവിനെ മൂവിക്കകത്ത് തിയേറ്ററിൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് നോക്കി. ഇത് ഗാർഫീൽഡ് മൂവി, ഇതായിരുന്നു മൂവി കേട്ടോ. അതിൻ്റെ പോസ്റ്റർ ആ കവറിൽ തന്നെ ഉണ്ട്. അങ്ങനെ ജേഡുവിനുള്ള സ്നാക്സും സാധനങ്ങളും ഒക്കെ പോയി ഞാൻ വാങ്ങിക്കാനായിട്ട്. ഞാൻ മുമ്പേ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ ആരാ എടുക്കുന്നത് ഗസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വേറെ ആരുമല്ല. അപ്പോഴത്തേനും ജസ്റ്റി വന്നു കേട്ടോ. ജസ്റ്റി പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റിയെ കയറ്റിയിട്ട് ഞാൻ ഇറങ്ങി. നമ്മൾ ജസ്റ്റ് റോള് സ്വിച്ച് ചെയ്തു. ജസ്റ്റിക്ക് ആകുമ്പം പിള്ളേരുടെ മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരുടെ മനസ്സുമാണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പോയിരുന്ന് കണ്ടോളും. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം, ഗലേറിയ മോളിൽ പോകുന്നത്. കാരണം കുറേ നമ്മുടെ ലക്ഷറി ബ്രാൻഡുകൾ, കോസ്മെറ്റിക് ബ്രാൻഡൊക്കെ ഗലേറിയ മോളിൽ കൂടുതലുണ്ട് മറ്റുള്ള ഷോപ്പിംഗ് മോളിനെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഞാൻ കുറേ തെണ്ടിത്തിരിഞ്ഞ് അതുവഴിയൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിക്കാതെ പള്ളിയിൽ പോയതല്ലേ. അപ്പോൾ തന്നെ സമയം 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. 1 മണി 1:30 കഴിഞ്ഞു. ഞാൻ കുറേയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഫുഡൊക്കെ നോക്കിയെങ്കിൽ എനിക്കൊന്നും മനസ്സിനെ പിടിക്കാഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കൊച്ചിൻ ജസ്റ്റ് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും എൻ്റെ തെണ്ടല തുടർന്നു. അത് തന്നെയല്ല എനിക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഇതേ ബോംബെ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അമ്മാതിരി ക്രേവിങ്സ് ഒന്നും അപ്പോൾ തോന്നിയില്ല. അത് തന്നെയല്ല ഈ പിള്ളേരുടെ മൂവി നമ്മുടെ മറ്റ് വലിയവരുടെ മൂവി പോലെ ഒരു 2.5-3 hours ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തീരും. ഒരു മാക്സിമം 1 hour അല്ലെ 1.5 hour കാണുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കണമല്ലോ, അതാണല്ലോ ബിഗിലെ മുഖ്യം. അങ്ങനെ ഫൈനലി ഞാൻ തപ്പിപ്പിടിച്ച ഷോപ്പിലെത്തി. എനിക്ക് കുറച്ച് മെയിനായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ട് നമ്മൾ ഈ ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കും കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്ത് നമുക്ക് ഇട്ട് നോക്കിയിട്ടെടുക്കുക. അതല്ല നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ 2-3 ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് കേട്ടോ. ആ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം. വീഡിയോയ്ക്ക് ഭയങ്കര ലെന്ത് കൂടി പോകുമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ എനിക്കിഷ്ടമുള്ള 2-3 ലിപ്സ്റ്റിക്ക് എസ്റ്റീ ലോദറിൻ്റെയും പിന്നെ എന്തായിരുന്നു, പിന്നെ ഞാൻ മറന്നുപോയല്ലോ, പിന്നെ കൈലി, അങ്ങനെ 2-3 ബ്രാൻഡാണ് ഞാൻ എടുത്തത്. അതൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഇതേ 2 അവന്മാർ സിനിമയും കഴിഞ്ഞ് ചാടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവരുണ്ടെങ്കിലും എനിക്ക് സാധനം എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തിനാ അവരെ ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പോയത് കേട്ടോ. അതാണ് എനിക്കും ഇഷ്ടം. നമ്മുടെ സൗകര്യത്തിന് നോക്കിയും കണ്ടുമൊക്കെ എടുക്കാമല്ലോ. മൂവി കഴിഞ്ഞ ഉടനെ നമ്മുടെ ജേടുക്കുട്ടൻ അവിടെ ഇരുന്ന് എനിക്കൊന്ന് ഒരു പിള്ളേരുടെ ടോയ് ഷോപ്പ് ഉണ്ട് അവിടെ. ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു, ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു ഒന്ന്. അതിനകത്ത് ചാടി കയറി. സത്യം പറഞ്ഞാൽ പുള്ളിക്കൊന്നും വാങ്ങിക്കൊന്നും വേണ്ട, പുള്ളിക്ക് ഇതെല്ലാം ഒന്ന് കണ്ടാൽ മതി ഒരു സന്തോഷത്തിന്. അതുകൊണ്ട് അവൻ്റെ സന്തോഷമല്ലെന്ന് കരുതി നമ്മളും അതിനകത്ത് കയറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഞങ്ങൾ ഫുഡൊക്കെ നോക്കി നടന്നു. ജസ്റ്റിക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല. എനിവേ ജേഡു അവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഫുഡ് പറഞ്ഞു, ഞാനൊരു ജാപ്പനീസ് ഫുഡുമാണ് പറഞ്ഞത്. അങ്ങനെ നമുക്കുള്ള ഡ്രിങ്ക്സ് മാത്രം വന്നു. ഇതാണ് ഈ ഫുഡാണ് ജേഡു ഓർഡർ ചെയ്ത്, ചിക്കൻ ഫിംഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ട്. പക്ഷേ ജസ്റ്റിമോൻ കണ്ടു ഒന്നും
ഒന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ ജസ്റ്റിക്ക് ഈ ഉച്ചയ്ക്ക് ഇച്ചിരി നാടൻ ഫുഡൊക്കെ കഴിക്കുന്ന ഇഷ്ടം. ഞങ്ങൾ പറഞ്ഞ ബാ ജസ്റ്റ് നമുക്ക് എന്നാൽ പുറത്ത് കഴിക്കാൻ പോയി ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. എനിവേ നല്ലവനായ ആശാൻ കഴിക്കാതിരുന്ന് ഞങ്ങൾ കഴിച്ചു. എൻ്റെ ഫുഡൊന്നും വന്നില്ലെങ്കിലും ജേഡുവിൻ്റെ ഫുഡിനകത്തുനിന്ന് ഞാൻ അറിഞ്ഞം പറഞ്ഞ് വാരി വലിച്ച് തിന്നുന്നുണ്ട്. കാരണം എനിക്ക് അമ്മാതിരി വിശപ്പായിരുന്നു. വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു പരിപാടിയില്ലല്ലോ. അങ്ങനെ ഫൈനലി എൻ്റെ ഫുഡ് വന്നു. ഞാൻ ഈ പ്രാവശ്യം ഓർഡർ ചെയ്ത് നമ്മുടെ ജാപ്പനീസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തോ രാമേനകത്ത് ആരാണ്ട് കൈവശം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ആ ഫുഡ്, റമേൻ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഫുഡും വന്നു. ഇതൊരു നൂഡിൽസ് സൂപ്പ് ടൈപ്പ്, അതിനകത്ത് എഗ്ഗും മീറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു, വേണേ നൂഡിൽസിനകത്ത് വെള്ളം ഒഴിച്ചതെന്ന് വേണേൽ പച്ചമലയാളത്തിൽ പറയാം. അതായിരുന്നു ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റോട് ഞാൻ പറഞ്ഞ ജസ്റ്റ് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുക ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്ക് അതൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ശരിക്കും എപ്പോഴും അങ്ങനെ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും പുള്ളി അത് ട്രൈ ചെയ്ത് പോലും നോക്കത്തില്ല. നമ്മുടെ ഫുഡിനകത്തുനിന്നെങ്കിലും എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് അതുപോലും നോക്കിയില്ല. അങ്ങനെയാണ് ജസ്റ്റിക്ക് ഇഷ്ടമില്ല എങ്കിൽ ജസ്റ്റ് അത് മനസ്സിലൊരു സാധനം ഇഷ്ടമില്ലെന്ന് വിചാരിച്ചാൽ എന്ത് വിചാരിച്ചാലും പുള്ളി കഴിക്കില്ല. എനിവേ ഞാനും ജഡുവൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അതുവഴി കുറച്ച് നേരം കൂടെയൊക്കെ ലല്ലൊക്കെ പാടി കറങ്ങി നടന്ന്. സത്യം പറഞ്ഞാൽ എനിക്കവിടെ കുറച്ച് നേരം കൊണ്ട് നിൽക്കണമെന്നും ഷോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഷോപ്പ് ചെയ്യണമെന്നല്ല, തെണ്ടിത്തിരിയണമെന്ന്. പക്ഷേ ജേഡുവിന് എക്സാം ആയിരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അധികം നേരം ഒന്നും നിന്നില്ല. അത് തന്നെയല്ല ജസ്റ്റിക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, അക്കരെ കാണുന്നതാണ് അബുദാബി, നമ്മൾ ഇക്കരെയാണ് നിൽക്കുന്നത്. നാടൻ ഭാഷയെ പറഞ്ഞാൽ അബുദാബി സിറ്റി നമ്മുടെ ദൂരെ കാണാം. അങ്ങനെ നമ്മൾ നേരെ അബുദാബിക്ക് തിരിച്ചു പോന്നു. അപ്പോൾ പിന്നെ മുടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മുടി വെട്ടാൻ പോയി. മുടി വെട്ടാൻ പോയത് നമ്മുടെ അൽവദാമുള്ള മാൻ ഓഫ് കേവിൽ തന്നെ എപ്പോഴും പോകുന്നത്. ജസ്റ്റിക്ക് അവിടെ പോയി മുടി വെട്ടുന്നതാണ് ഇഷ്ടം. ജസ്റ്റിമോന് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുടി വെട്ടാനാണെങ്കിലും തന്നെയൊന്നും പോകല, നമ്മൾ കൂടെ ചെല്ലണം. ഓക്കെ, നമ്മളും അങ്ങനെ കൂടെ പോയി. ഈ ഒരു സാധനം കണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഷോപ്പ് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇന്നറിനകത്ത് നമുക്ക് ഇന്നറിന് വരെ ഇടാൻ പറ്റിയൊരു സാധനമാണ്. നമ്മുടെ കഴുത്തിറങ്ങിയത് കാണത്തൊന്നുമില്ല. ആ ഒരു സാധനമാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല വൃത്തിയില്ല, വൃത്തിയോടൊന്നും തോന്നത്തുമില്ല. നമ്മുടെ ഷമ്മിയൊന്നും കഴുകുന്നൊന്നും ബുദ്ധിമുട്ടുമില്ല. സാധനം വളരെ ഈസി. അങ്ങനെ ജസ്റ്റിയുടെ മുടിയൊക്കെ വെട്ടി നോക്കി. ഈ ചെമ്മരിയാടിൻ്റെ മുടി ഇത് ഹെയർ വെട്ടുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പോലെ ജസ്റ്റി. കാരണം ജസ്റ്റിക്ക് ഈ കത്രികയും സാധനമൊക്കെ പേടിയാണല്ലോ. എനിവേ ജേഡു കൂടെ ബുക്ക് വായിച്ചിരിപ്പുണ്ട്. എനിക്ക് വായിക്കാൻ ബുക്കൊന്നും ഇല്ലെങ്കിലും ഞാനും ഒരു ബുക്ക് വായിച്ചു. ആ ബുക്കാണ് ഫേസ്ബുക്ക്.